വയനാട് കോൺഗ്രസിന് നൽകിക്കൊണ്ടിരുന്ന ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണോ വയനാട് ദുരന്തത്തോട് നിസ്സംഗത പുലർത്താൻ പ്രധാനമന്ത്രി പ്രേരിപ്പിച്ചത്? ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതല്ല എങ്കിൽ എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയും. ഇത്രയും വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി, ഇത്രയും ആളുകൾ മരിച്ച്, ഇത്രയും ആളുകൾ പരിക്ക് പറ്റി, ഇന്നും ആ പരിക്ക് പറ്റി കിടക്കുകയാണ്. ഞാനൊക്കെ അന്ന് പരിക്ക് പറ്റിയ ദിവസം ആശുപത്രി ഞങ്ങൾ സന്ദർശിച്ചപ്പം എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ച ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. 2 കൊച്ചുമക്കൾ, ആരുമില്ല വേറെ, അച്ഛനും അമ്മയും എല്ലാം വെള്ളം കൊണ്ടുപോയി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ കുട്ടികൾ നിസ്സംഗരായിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടുനിന്ന് ഇങ്ങനെ കരയാണ്. ഒരാൾ ആ കുട്ടിയെ തടയി കൊടുക്കാനോ ഒന്ന് ആശീർവദിക്കാനോ ഇല്ല. അവിടെ തന്നെ പ്രാദേശിക തലത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഞങ്ങൾ വിളിച്ച് ആ കുട്ടികളെ കൊണ്ടുപോയി എല്ലാം കുട്ടി നോക്കി എല്ലാം ശുശ്രൂഷിച്ച് അവർ തൊട്ട് അയൽവക്കത്തെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. ആ കുട്ടികൾ ഇപ്പോഴും, ആ കുട്ടികൾക്ക് രക്ഷിതാക്കളില്ല. അത്ര വലിയൊരു ഭീകരമായ സംഭവം നടന്നു. വീടും പോയി, മരിച്ച അമ്മ പോയി, അച്ഛൻ പോയി, ഏട്ടൻ പോയി, സഹോദരി പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങി വന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നയാ പൈസയുടെ സഹായം ഈ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ചെയ്തോ എന്ന് നിങ്ങൾ ചോദിക്കണം. മാധ്യമങ്ങൾ ചോദിക്കണം. അവർക്ക് നാണവും മാനവും ഉളുപ്പുണ്ടോ ചോദിക്കണം. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അവർക്ക് എന്ത് അവകാശം? ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത അവർക്ക് എന്ത് അവകാശം? ഇത്രയും വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി, ഇത്രയും വലിയ നഷ്ടം സഹിച്ച ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇന്ന് വരെ ഒരു 10 കിലോ അരി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചോ? രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ സാധിച്ചോ? ചികിത്സ കൊടുക്കാൻ സാധിച്ചോ? ഒരു കുടിൽ കെട്ടിക്കൊടുക്കാൻ സാധിച്ചോ? ഒന്നും സാധിച്ചില്ലല്ലോ. അപ്പോൾ അത്തരം ഒരു സർക്കാരാണ് മേലെയും താഴെയും ഉള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. കേന്ദ്രത്തിലും അതെ, സംസ്ഥാനത്തും അതെ. അതല്ല കോൺഗ്രസിൻ്റെ പാരമ്പര്യവും കോൺഗ്രസിൻ്റെ സംസ്കാരവും കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയും. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട് പറയാൻ. ഞങ്ങൾ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നവരാണ് ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് അവിടെ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സാമ്പത്തിക സഹായം അടുത്ത മാസം പോവുകയാണ്. ഞങ്ങളങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ BJPയും CPM ഇന്ത്യയും അങ്ങനെ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. അതുണ്ടായിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ടുണ്ടായില്ല? അവർക്ക് അത്രയും അതിനുള്ള താല്പര്യമുള്ളൂ. അവർക്കൊരു ബാധ്യതയില്ല. അത് ഞാൻ ചോദിക്കട്ടെ, BJP CPM ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് തെറ്റും അവർ ശരിയാക്കി കൊണ്ടുപോകും. ഇത് മാത്രമൊന്നുമല്ല, P. ശശി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. ആരാ ശശി? ഞാൻ കണ്ണൂരിലെ പത്രക്കാരോടാണ് ചോദിക്കുന്നത്. ആരാ P. ശശി? P. ശശി ഇതുപോലെ മുൻപ് സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തു പോയതാ. എന്തിനാ അദ്ദേഹം പുറത്തു പോയത് എന്ന് നിങ്ങൾക്കറിയില്ലേ? കണ്ണൂരിലെ നിങ്ങൾക്കറിയില്ലേ എന്തിനായിരുന്നു പോയത്? ആ പോയ മനുഷ്യനെ വീണ്ടും എടുത്ത് തിരികെ കൊണ്ടുപോയി വെച്ചു. ആ P. ശശി അവിടെ വന്നതിന് ശേഷമാണ് മോൺസൺ കേസിൻ്റെ അകത്ത് എന്നെ പ്രതിയാക്കാൻ വേണ്ടി SP എന്താ പേര്, പ്രസ്റ്റം എന്ന് പറയുന്ന ഓഫീസറോട് പറഞ്ഞത്, P. ശശി വിളിച്ചാൽ പറഞ്ഞത്, തനിക്ക് പ്രമോഷൻ തരണമെങ്കിൽ K. സുധാകരനെതിരെ MP-ക്കെതിരെ നിങ്ങൾ കേസിൽ പ്രതിയാക്കണം. അതിന് സാക്ഷി പറഞ്ഞ ആളുകൾ 2 ദിവസം മുമ്പ് പത്രക്കാരോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇന്നലെ മിഞ്ഞാന്ന് അവരെ പത്രസമ്മേളനം നടത്തിയില്ലേ? മിഞ്ഞാന്ന് അവർ ചെറുപ്പക്കാരൻ 6 ആൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, K. സുധാകരൻ MP അവിടെ ഉണ്ടായിട്ടില്ല, അവരൊന്നിലും പങ്കെടുത്തിട്ടില്ല, ഞങ്ങൾ അവർക്ക് മുമ്പിൽ കാശ് കൊടുത്തിട്ടില്ല എന്നൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചത് അവരൊക്കെ പത്രമാധ്യമങ്ങൾ തിരുത്തി പറഞ്ഞു കഴിഞ്ഞു. ഞാനതിൻ്റെ അകത്ത് യാതൊരു തരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, പത്രമാധ്യമങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും ഞാൻ അന്ന് വളരെ കർക്കശമായി ഞാൻ പറഞ്ഞിരുന്നു, ഒരു തരത്തിലുള്ള 1% കുറ്റം ഈ പ്രശ്നത്തിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എൻ്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞ ആളാണ്. ഒരാൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുക. പക്ഷേ P. ശശി അതല്ല. P. ശശി ഇതിനെല്ലാം വിധേയനായി നിൽക്കുന്ന ആളാ, വിധേയനായി നിന്നയാളാ, അങ്ങനെ വിധേയനായി പുറത്തു പോയ ആളാ. ഇവിടെ കണ്ണൂരിലുണ്ടായ സംഭവങ്ങൾ കണ്ണൂരിലെ CPM-കാർക്കറിയാം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രം. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല.